അല്ലാഹുവിന്റെ ഖുർആൻ പഠിച്ച ഏതൊരു വ്യക്തിയും സുമ്മ സല്ലാ സഅതൻ മിൻ ലൈൽ, രാത്രിയിൽ ഏതെങ്കിലും ഒരു സമയത്ത് അങ്ങനെ നിസ്കരിച്ചാൽ ആ നിസ്കാരവും ആ ഖുർആനോത്തും ആ മനുഷ്യൻ ഏറ്റവും വലിയ സന്തോഷമാകും. ആ മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അൽ ഖുർആനു ഫീ സൂറത്തിൻ ഹസനത്തിൻ ജമീല, നല്ല ഭംഗിയുള്ളൊരു രൂപത്തിൽ ഖുർആൻ അതാ അവന്റെ തജ്ഹീസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആ മയ്യത്തിന്റെ സംസ്കരണ പ്രവർത്തനങ്ങൾ നടക്കുന്നിടത്തേക്ക് ഖുർആൻ വരുന്നു. ഫവഖഫ ഇൻദ റഅസിഹി, ആ മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ തലഭാഗത്ത് നിൽക്കുന്നു. ഹത്താ യുദ്റജ ഫീ അക്ഫാനിഹി, അവന്റെ കഫംബുടയിലേക്ക് ആ രൂപം പ്രവേശിക്കുന്നു. ഫയകൂനുൽ ഖുർആനു അലാ സദ്രിഹി ദൂനൽ കഫൻ, കഫന്റെ മറ്റൊരു ഭാഗത്തായിട്ട്, നെഞ്ചിന്റെ ഒരു ഭാഗത്തായിട്ട് ഖുർആൻ രൂപം പ്രാപിച്ചു വന്ന ഖുർആൻ നിൽക്കുന്നു. ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ, മണ്ണിട്ട് സമമാക്കിയിട്ട് ആളുകളൊക്കെ പിരിഞ്ഞു പോന്നാൽ അതാഹു മുൻകറുൻ വനകീർ, മുൻകർ നകീർ അലൈഹിമുസ്സലാം അവിടെ വരും. എന്നിട്ട് ഈ മനുഷ്യനോട് ചോദ്യങ്ങൾ ആരംഭിക്കാൻ നോക്കുമ്പോ ഫയജീഉൽ ഖുർആനു ഹത്താ യകൂന ബൈനഹു വബൈനഹുമാ, മുൻകർ നകീർ അലൈഹിമുസ്സലാം ഒരു ഭാഗത്ത്, അതേ ചോദ്യം ഉത്തരം പറയാൻ നിൽക്കുന്ന ഖബറാൾ ഒരു ഭാഗത്ത്, അവർക്ക് മറ്റൊരു ഭാഗത്തായി രൂപം പ്രാപിച്ചു വന്ന ഖുർആൻ ഉണ്ട്. ഖുർആൻ ചോദിക്കും ഈ രൂപം പ്രാപിച്ചു വന്ന ആളോട്, നിങ്ങളൊന്ന് മാറി നിൽക്കണം, ഈ വ്യക്തിയോട് നമുക്ക് ചിലത് ചോദിക്കാനുണ്ട്. അതേ ചോദിക്കാനുണ്ടോ? നിങ്ങൾ ചോദിച്ചോളൂ, എനിക്കൊരു പ്രശ്നവും ഇല്ല, ഞാൻ അതിന് തകരാറൊന്നും ആക്കുന്നില്ല. ഫഇന്നീ ലസ്തു ഉഫാരിഖുഹു ഹത്താ ഉദ്ഖിലഹുൽ ജന്ന, ഞാൻ എപ്പോഴും ഈ കൂട്ടുകാരന്റെ കൂടെയുണ്ടാകും, വിട്ടുപിരിയാതെ കൂടെയുണ്ടാകും, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് വരെ എന്നും കൂടെയുണ്ടാകും. എന്റെ കൂടെ പിടിച്ചാണ് നാട്ടിൽ അവൻ ഖുർആൻ ഓതിയത്, എന്നും എന്നെ മറിച്ച് ഖുർആൻ ഓതുന്ന വ്യക്തിയല്ലേ, ആണല്ലേ പെണ്ണല്ലേ, ഇവിടെ മാത്രമല്ല പരലോകത്തും ഞാൻ കൂടെയുണ്ടാകും. സ്വർഗത്തിൽ ഇദ്ദേഹത്തെ പ്രവേശിപ്പിക്കുന്നത് വരെ ഞാൻ കൂടെയുണ്ട്. സുമ്മയൻദുറുൽ ഖുർആനു ഇലാ സ്വാഹിബി, പിന്നെ ഖബറാളിയിലേക്ക് ഖുർആൻ നോക്കുന്നു. എന്നിട്ട് പറയുന്നു അനൽ ഖുർആനുല്ലദീ കുന്തു തജ്ഹറു ബി തുഖ്ഫീനി വതുഹ്ബി തുജ്ബുനി, ഞാൻ ഖുർആനാണ്, നീ ഉറക്കെ ഓതിയിരുന്ന പതുക്കെ ഓതിയിരുന്ന ഖുർആൻ ഞാനാണ്. ഫാന ഹബീബുക, ഞാൻ നിന്റെ കൂട്ടുകാരനാണ്, നിന്റെ സുഹൃത്താണ്, നിന്നെ ഒരിക്കലും വിട്ടുപിരിയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എപ്പോഴും നിന്റെ കൂടെയുണ്ട്, നിനക്ക് എല്ലാ സന്തോഷത്തിനും കൂടെയുണ്ട്. ഖബറിൽ നിന്ന് എഴുന്നേറ്റ് മഹ്ശറിലെത്തുമ്പോഴും കൂടെ ഖുർആൻ രൂപം പ്രാപിച്ചുണ്ട്.